ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗർ. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ ബ്ലോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളാണ്. ഈ ഒരാഴ്ചയിലെ മലയാള ഭാഷകളിൽ നിന്നുള്ള ചിത്രങ്ങൾ വളരെ കുറവാണ്. അന്യഭാഷ ചിത്രങ്ങളാണ് ഈ ഒരാഴ്ചയിലെ OTT റിലീസിന് എത്തുന്നത്. അതുപോലെ തന്നെ കുറേ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജയിലർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അതുപോലെ തന്നെ മനോജ് കെ ജയൻ എന്നിവ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു പീരിയോഡിക്കൽ ഡ്രാമ വിഭാഗത്തിലൂടെ തന്നിച്ചതാണ് ജയിലർ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം വലിയ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിന് ജയിലർ, അതുപോലെ തന്നെ തമിഴിൽ ജയിലർ, രജനീകാന്ത് അഭിനയിച്ച ജയിലർ എന്ന് പറഞ്ഞ പടം. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. അതിൻ്റെ ടൈറ്റിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഹിന്ദി പതിപ്പ് ഇപ്പോൾ യൂട്യൂബിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മലയാള ഭാഷയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹനുമാൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ തേജ് സജ, അതുപോലെ തന്നെ വരലക്ഷ്മി ശരത് കുമാർ, അതുപോലെ തന്നെ സമുദ്രകന്നി, വിനയ് റായി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു സൂപ്പർ ഹീറോ വിഭാഗത്തിലോട്ട് തന്ന ഒരു ചിത്രമാണ് ഹനുമാൻ എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ ഹിന്ദിയും അതുപോലെ തന്നെ തെലുങ്ക് പതിപ്പും നേരത്തെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. OTT റിലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി ഈ ചിത്രത്തിന്റെ മലയാളം, തമിഴ്, കന്നഡ ഭാഷ ചിത്രങ്ങൾ ഈ വരുന്ന ഏപ്രിൽ മാസം 5-ാം തീയതി ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഇമെയിൽ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അശോക് കുമാർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു തമിഴ് ലാംഗ്വേജ് ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്ത വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കി സിംപ്ലി സൗത്തും ടെൻഡേകോട്ടയാണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 5-ാം തീയതി തമിഴ് ഭാഷയിലൂടെ ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഭീമ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഗോപിചന്ദ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മാസ് മസാല എന്റർടൈൻമെന്റ് വിഭാഗത്തിലോട് തന്ന ഒരു ചിത്രമാണ് ഭീമ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്ത വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 5-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തന്ത്ര എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അനന്യ, അതുപോലെ തന്നെ തെലുങ്ക് ആക്ടർ ധനുഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ഹൊറർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രമാണ് തന്ത്ര എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്ത വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആഹാ പ്രൈമാണ്. ആഹാ പ്രൈമിലൂടെ ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 5-ാം തീയതി തെലുങ്ക് ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മിഷൻ ചാപ്റ്റർ 1 എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അരുൺ വിജയ്, എമി ജാക്സൺ, നിമിഷ സജയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫുള്ളി പാക്ഡ് ആക്ഷൻ മൂവിയാണ് മിഷൻ ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന്റെ ഓൾറെഡി കഴിഞ്ഞ മാസം നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ ചിത്രത്തിന്റെ തമിഴ് ഭാഷ സ്ട്രീമിംഗ് ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിന്റെ തമിഴ് ഭാഷ നമ്മുടെ ആഹാ തമിഴിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ചിത്രത്തിന്റെ ഈ പതിപ്പ് ആഹാ തമിഴിലൂടെ കാണാവുന്നതാണ്. ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആഹാ തമിഴിലൂടെ ഈ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഫറി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്ത വിജയം നേടിയെടുത്തിട്ടുള്ള ഒരു മണി ഹൈസ്റ്റ് വിഭാഗത്തിലെടുത്താവുന്ന ഒരു എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമാണ് ഫറി എന്ന് പറയുന്ന. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കി C5 ആണ്. C5ലൂടെ ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 5-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രേമലു എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നെസ്ലിൻ, അതുപോലെ തന്നെ നമിത ബൈജു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ചിത്രമായിരുന്നു പ്രേമലു എന്ന് പറയുന്ന. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന ഒഫീഷ്യൽ എല്ലാ തിരക്കുകൾക്കും ഒഴിവിൽ ചിത്രം ഇപ്പോൾ ഒഫീഷ്യലി ചിത്രം OTT റിലീസിന് എത്തുകയാണ്. ഈ വരുന്ന ഏപ്രിൽ മാസം 12-ാം തീയതി ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം മലയാളം, തമിഴ്, ഹിന്ദി എന്നീ ഭാഷയിലൂടെയും അതുപോലെ തന്നെ ആഹാ തെലുങ്കിലൂടെയും ചിത്രം തെലുങ്ക് ഭാഷയിലൂടെയും ഈ വരുന്ന ഏപ്രിൽ മാസം 12-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഓപ്പറേഷൻ ലൈല എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശ്രീകാന്ത് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് ഓപ്പറേഷൻ ലൈല എന്ന് പറയുന്നത്. തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 12-ാം തീയതി സിംപ്ലി സൗത്തിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.
ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗാമി എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. വിശ്വക്സൻ, ചാന്ദിനി ചൗധരി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു എപ്പിക് അഡ്വഞ്ചർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഗാമി എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം മാർച്ച് മാസം 8-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്ത ഒരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള C5 ആണ്. C5 ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 12-ാം തീയതി തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ അഡ്വഞ്ചർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. റിബൽ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ GB പ്രകാശ് കുമാർ അതുപോലെ തന്നെ നമിത ബൈജു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് റിബൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്ത വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. ഈ ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 12-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സൈലൻസ് 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മനോജ് വാജ്പേയി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് സൈലൻസ് 2 എന്ന് പറയുന്ന ചിത്രം. ഈ വരുന്ന ഏപ്രിൽ മാസം 16-ാം തീയതി C5 ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൗബിൻ സാഹിർ അതുപോലെ തന്നെ സിനിദാസി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു അഡ്വഞ്ചർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രം. മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ട് ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം ഇപ്പോൾ തെലുങ്ക് ഭാഷയിൽ റിലീസിന് ഒരുങ്ങാണ്. ഏപ്രിൽ 6-ാം തീയതി തെലുങ്ക് ഭാഷയിൽ ചിത്രം സ്ട്രീമിംഗ് നമ്മുടെ തിയേറ്റർ റിലീസിന് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ OTT റിലീസിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം ഈ ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 26-ാം തീയതി ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും അല്ല, എന്നിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മേ ബി ചിത്രം ലാസ്റ്റോട് കൂടിയിട്ടായിരിക്കും OTT റിലീസിന് എത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം.